മാഷെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരുന്ന പോകണം. അങ്ങോട്ട് നീക്ക്, വരാം. കുറച്ച് വേഗം വേണം, പോയിട്ട് അത്യാവശ്യമുണ്ട്. അങ്ങോട്ട് നീക്ക്, കുടിച്ചോട്ടെ. അങ്ങോട്ട് നീക്ക്, വരാം. ന്യൂ ജനറേഷൻസാ. രാവിലെ കിടക്കപ്പായിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് വന്നയാന്ന് തോന്നുന്നു. ഏതെങ്കിലും അവളന്മാരായിട്ട് ചൊല്ലാൻ പോകുന്നതായിരിക്കും. ഹോസ്പിറ്റൽ ജംഗ്ഷനന്മാർ സംശയിക്കില്ലല്ലോ. ഇതുപോലെ എത്ര എണ്ണത്തിനെ കാണുന്നത്. ഇവനെയൊക്കെ കയറി ഒരു തന്തേം തള്ളയും പറഞ്ഞാൽ മതി. ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെ എത്രയാണ് ചാർജ്? 80 ആകും. 80? അവിടെ വരെ കൂടി പോയാൽ 50-60 ആവത്തുള്ളൂ. ആ മീറ്റർ ഉണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. അതെന്തോ എനിക്ക് 80 വേണം. ഇല്ലെങ്കിൽ ആള് വേറെ ഓട്ടോ നോക്കി വയ്ക്കും. ആ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇടയ്ക്ക് പെട്രോൾ തീർന്നു. ഒരു ഓട്ടോയിൽ വരിക. ഒരു 10-15 മിനിറ്റ്. ഓക്കെ മാഷെ, പെട്ടെന്ന് വണ്ടി എടുക്കും. 3 ചക്ര വണ്ടിയാ, പറക്കാനൊന്നും പറ്റില്ല. രാവിലെ 100 നോട്ടുമായിട്ട് വന്ന ചില്ലറൊക്കെ എവിടെ പോകാനാ? ഞാൻ എത്തി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുണ്ട്. ബാക്കി വെച്ചോ. ഹലോ, ഞാനിപ്പോ വെണ്ടർമുക്കിലെ ഓട്ടത്തിലാ. എന്താടാ? അയ്യോ, എന്തോ പറ്റി? ഞാൻ ഇപ്പോ വരാം. അവനെവിടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേടിക്കാനൊന്നുമില്ല. എന്താ സംഭവിച്ചേ? ചിന്നകട വെച്ചായിരുന്നു സംഭവ സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു. അപ്പം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. എങ്ങനെ സംഭവിച്ചത്? വാ ഇരി. ഡോക്ടർ, ഇപ്പോൾ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നത് എൻ്റെ അനിയനെയാണ്. അവനിപ്പോൾ എങ്ങനെയുണ്ട്? ഓ, ഉണ്ണിയുടെ ബ്രദറാണോ? നത്തിങ് ടു വെറി. ഹെഡ് ഇഞ്ചുറി ഉണ്ട്, റൈറ്റ് ഹാൻഡിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഉണ്ണിയുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ടും കൃത്യസമയത്ത് ഡോണറിനെ കിട്ടി, കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചതുകൊണ്ടും ജീവൻ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. കിഷോറെ, ഇയാളെ ഉണ്ണിക്ക് ബ്ലഡ് കൊടുത്തത്. ആ മാഷോ, എന്താ ഇവിടെ? എൻ്റെ അനിയനാണ് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ അനിയന് ബ്ലഡ് കൊടുക്കാനാണ് ഇത്ര രാവിലെ ഓടിക്കതച്ച് വന്നതെന്ന്. ക്ഷമിക്കണം എന്നോട്, ക്ഷമിക്കണം എല്ലാത്തിനും. അതൊന്നും സാരമില്ല മാഷേ. ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാശ്, ഇത്തരം സാഹചര്യങ്ങളിൽ കാശല്ലല്ലോ വലുത്, സഹജീവികളോട് സ്നേഹമല്ലേ. ഇത് തൽക്കാലം മാഷിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പോട്ടെ. അതെ, പേര് പറഞ്ഞില്ല. ശംഭു.